ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി വരുന്ന വൈജയുടെ വാക്കുകൾ അതിരുകടക്കുമ്പോൾ ഗംഗാധരമേനോനും മാലതിയും കൂടെ വൈജയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരികയാണ്. ഗംഗാധരമേനോൻ ദേഷ്യം കൊണ്ട് വൈജയോട് വിളിച്ച് പറയുന്നുണ്ട്, നിനക്കൊരു സത്യം അറിയാമോ വൈജയ്? 23 കൊല്ലങ്ങൾക്ക് മുമ്പ് സ്റ്റാൻലിയിൽ നിനക്കുണ്ടായ കുഞ്ഞാണ് അലീന. ആ ഒരു സത്യം കേൾക്കുമ്പോൾ വൈജയുടെ മുഖമൊക്കെ അങ്ങ് വിറങ്ങലിച്ച് കണ്ണൊക്കെ നിറഞ്ഞ് അവളങ്ങ് തറയിലിരിക്കുന്നുണ്ട്. വൈജയുടെ ആ സമയത്തെ മാനസികാവസ്ഥ കാണുന്ന ഗംഗാധരമേനോനും വല്ലാതെ സങ്കടമാവുകയാണ്. അയാൾ വൈജയുടെ തോളിലൊന്ന് തട്ടിക്കൊണ്ട് പറയുന്നുണ്ട്, വൈജയ് എന്താ വൈജയ് ഇത്? എനിക്ക് നിവൃത്തിയില്ലാതെ പറഞ്ഞു പോയതാണ്. കാരണം നീ ആ കുട്ടിയോട് കാണിക്കുന്ന ക്രൂരതകൾ ഇനി ഞങ്ങളെ കൊണ്ട് കണ്ടു നിൽക്കാൻ കഴിയില്ല വൈജയ്. അതുകൊണ്ടാണ് ഇതിപ്പോൾ പറഞ്ഞത്. നിറഞ്ഞ കണ്ണുകളോടുകൂടി വൈജയന്തി ഗംഗാധരമേനോനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഏട്ടാ എന്നോട് ഈ ക്രൂരത ചെയ്തത്? 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അന്ന് പറഞ്ഞതല്ലേ എനിക്കിനി മറ്റൊരു പുരുഷനെ എൻ്റെ ജീവിതത്തിലേക്ക് വേണ്ട എന്നും. പക്ഷേ എല്ലാവരും കൂടെ ചേർന്നിട്ടല്ലേ എന്നെ ബാലചന്ദ്രൻ്റെ തലയിൽ കെട്ടിവെച്ചത്. ഞാൻ അന്നേ നിങ്ങളോട് കാല് പിടിച്ച് അപേക്ഷിച്ചു, എന്നെ വെറുതെ വിടണം, ഞാനും എൻ്റെ കുഞ്ഞും എവിടെയെങ്കിലും പോയി ജോലി ചെയ്ത് ജീവിച്ചോളാമെന്ന്. പക്ഷേ അന്ന് അച്ഛനും ഏട്ടന്മാരും കൂടെ ചേർന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യവും പ്രൗഢിയൊക്കെ അന്തസ്സും എല്ലാം നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ടാണ് എന്നെ നിങ്ങൾ എൻ്റെ കുഞ്ഞിൽ നിന്നും അകറ്റി ബാലചന്ദ്രനെ കല്യാണം കഴിപ്പിച്ചത്. എൻ്റെ കുഞ്ഞ് ഇത്രയും നാളും എന്നോടൊപ്പം ഉണ്ടായിരുന്നിട്ട് എനിക്ക് എൻ്റെ മോളെ തിരിച്ചറിയാനാകാതെ പോയല്ലോ ഏട്ടാ. അയ്യോ ദൈവമേ, ഞാൻ എന്തുമാത്രം എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ചു. ഒരമ്മയുടെ നാവിൽ നിന്നും മകളോട് പറയാൻ പാടില്ലാത്ത വാക്കുകളെല്ലാം ഞാൻ അവളോട് പറഞ്ഞു. ദൈവമേ, ബാലേട്ടനെയും എൻ്റെ മോളെയും ചേർത്ത് വെച്ച് ഞാൻ എന്തെല്ലാമാണ് പറഞ്ഞുണ്ടാക്കിയത്. അപ്പോൾ ബാലേട്ടൻ ഈ സത്യം അറിയാമായിരുന്നു. എന്നിട്ടും എന്നോട് ഒരു വാക്ക് പോലും ബാലേട്ടൻ പറഞ്ഞില്ല. എന്നോടൊന്ന് ദേഷ്യപ്പെട്ടു പോലുമില്ല. ഞാനാണ് ആ മനുഷ്യനെ മനസ്സിലാക്കാതെ പോയത്. എന്നിട്ടിപ്പോൾ എൻ്റെ മകളെ സ്നേഹിക്കാൻ കിട്ടുന്ന സമയത്ത് അവൾ ആ സ്റ്റാലിനോടൊപ്പം പോയി. എന്തിനാണ് ആ ക്രൂരത നിങ്ങൾ എന്നോട് ചെയ്തത്? വൈജയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഗംഗാധരമേനോനും വല്ലാതങ്ങ് സങ്കടമാവുന്നുണ്ട്. ശരിയാണ്, അവൾ അന്ന് ആ കുഞ്ഞിനെയും നോക്കി എവിടെയെങ്കിലും ജീവിച്ചുകൊള്ളാമെന്ന് കാല് പിടിച്ച് പറഞ്ഞതാണ്. ഞാനും അച്ഛനും രാജീവനും ശിവനും ഒക്കെയാണ് അതിന് സമ്മതിക്കാതിരുന്നത്. അത് നിന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു വൈജയ്. നീ ആ കുഞ്ഞിനെയും കൊണ്ട് എത്ര നാൾ അച്ഛനില്ലാതെ നടക്കും? ആ കുഞ്ഞ് വളർന്ന് വലുതാവുമ്പോൾ അതിന് അച്ഛനില്ലേ എന്ന് ചോദിച്ചാൽ നീ എന്തുത്തരം പറയും? അന്ന് ഞങ്ങൾ മറ്റൊരു കാര്യവും ആലോചിച്ചില്ല. നിന്റെ ഭാവി നല്ലതാകണമെന്ന് മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. എന്നിട്ടും വൈജ പറയുന്നുണ്ട്, എന്നാലും ഏട്ടാ, എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങൾ അന്ന് പറഞ്ഞത് എന്താണ്? എൻ്റെ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചുപോയി എന്നല്ലേ? അത്രയും വലിയ ക്രൂരത എന്നോട് നിങ്ങൾ ചെയ്യണമായിരുന്നോ? അതും 23 വർഷങ്ങൾ, നീണ്ട 23 വർഷങ്ങൾ ഞാൻ അങ്ങനെ തന്നെയല്ലേ വിശ്വസിച്ചിരുന്നത്? നിങ്ങൾ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അടർത്തിയത്? എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാലും ഇത്രയും വലിയൊരു ക്രൂരത എന്നോട് ചെയ്യേണ്ടായിരുന്നു ഏട്ടാ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മാലതിയും പറയുന്നുണ്ട്, എന്താ വൈജയ് ഇത്? സങ്കടപ്പെടാതെ നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. പോട്ടെ, നിന്റെ നന്മ മാത്രം കരുതിക്കൊണ്ടാണ് ഗംഗേട്ടനൊക്കെ ഈ തീരുമാനം എടുത്തത്. പക്ഷേ ഇപ്പോൾ അത് പറയേണ്ടി വന്നത് നീ കാരണം തന്നെയാണ്. എന്തോ ഒരു ക്രൂരതയാണ് വൈജയ് നീ ആ കുഞ്ഞിനോട് ചെയ്തത്. അവൾക്കറിയാമായിരുന്നു നീ അവളുടെ അമ്മയാണ് എന്ന്. പക്ഷെ നീ എന്തൊക്കെ പറഞ്ഞ് അവളെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും ഒരൊറ്റ വാക്കുകൊണ്ട് പോലും അവൾ നിന്നെ ദ്രോഹിച്ചിരുന്നോ? ഇല്ലല്ലോ. അവൾ അത് പറയേണ്ട സമയത്ത് പോലും പറഞ്ഞില്ല. എല്ലാം ഉള്ളിലൊതുക്കി തൻ്റെ അമ്മയാണല്ലോ തന്നെ ശകാരിക്കുന്നതെന്നും ഒക്കെ വിചാരിച്ചിട്ടാണ് അവൾ ഇത്രയും നാളും ഇവിടെ കഴിഞ്ഞുകൂടിയത്. പക്ഷേ ഇനിയും നീ എന്താണ് പറഞ്ഞത്? അവളുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല എന്നും ബാലചന്ദ്രനിൽ നിന്നും നിനക്ക് ഡിവോഴ്സ് വേണം അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ഈ കാര്യം നിന്നോട് തുറന്നു പറയാമെന്ന് ഗംഗേട്ടൻ തീരുമാനിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ഈ ഒരു സത്യം അറിയാൻ ഞങ്ങൾ അനുവദിക്കില്ലായിരുന്നു. വൈജയ്, ഇനി നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഒരു സത്യം ഇനി അറിയാനുള്ളത് നീ മാത്രമായിരുന്നു. നിന്റെ 3 മക്കൾക്കും ഈ ഒരു സത്യം അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ എന്ത് കാര്യത്തിനും രോഹിത് അലീനയുടെ ഉപദേശം തേടുന്നത്. ബബിത ആദ്യമൊക്കെ അലീനയെ വളരെ ശക്തമായിട്ട് എതിർത്തെങ്കിലും അവൾക്കൊരാവശ്യം വന്നപ്പോൾ അവളുടെ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവളെ രക്ഷിക്കാൻ. ആ സമയത്താണ് അവൾ അറിയുന്നത് അലീന തൻ്റെ സ്വന്തം ചേച്ചിയാണ് എന്ന്. കൃഷ്ണമോള് അവൾ തുടക്കത്തിലെ അലീന ചേച്ചിയാണെന്ന് അറിയില്ല എങ്കിലും അവളോട് സ്നേഹമായിരുന്നു. ബാലചന്ദ്രൻ ഈ ഒരു സത്യം അറിയുന്ന സമയത്ത് കൃഷ്ണമോളോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാലചന്ദ്രന് എന്തൊക്കെയോ സംശയങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു.
അങ്ങനെയാണ് ബാലചന്ദ്രൻ എന്നെ വന്ന് കാണുന്നതും അവസാനം ബാലചന്ദ്രനോട് എനിക്ക് ആ കാര്യങ്ങളെല്ലാം തുറന്നു പറയേണ്ടി വരുന്നതും. ബാലചന്ദ്രൻ അലീനയുടെ ഫോൺ എന്തോ പരിശോധിച്ചിട്ടാണ് ഈ ഒരു സത്യം മനസ്സിലാക്കുന്നത്. നീ ഒന്ന് ആലോചിച്ചു നോക്ക് വൈജയ്, നീ ആ ഒരു മനുഷ്യനോട് എന്തുമാത്രം ക്രൂരത ചെയ്തു. ഈ ഒരു സത്യം അറിയാമായിരുന്നിട്ടും അയാൾ നിന്നെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചോ? ഇല്ല. പതിയെ പതിയെ അലീനയെ നിന്നിലേക്ക് അടുപ്പിക്കാനാണ് അയാൾ നോക്കിയത്. പക്ഷേ നീ ചെയ്തതോ വളരെ മോശം. ഒരു ഭർത്താവിനോട് പറയാൻ പാടില്ലാത്തതെല്ലാം പറഞ്ഞു. അയാളായതുകൊണ്ട് മാത്രമാണ് നിന്നോട് അയാൾ ഇങ്ങനെയെങ്കിലും ക്ഷമിച്ചത്. ഇല്ല, മറ്റൊരാളായിരുന്നെങ്കിൽ നിന്റെ ജീവിതം ഇപ്പോൾ എന്താകുമായിരുന്നു? 23 വർഷങ്ങൾക്ക് മുന്നേ മറ്റൊരു പുരുഷനിൽ അവൾക്കൊരു കുഞ്ഞുണ്ടാവുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ തൻ്റെ ഭാര്യയോട് ഒരിക്കലും ഒരു പുരുഷന് മാപ്പ് നൽകാൻ കഴിയാത്ത കാര്യങ്ങളാണ് വൈജയ്. എന്നിട്ട് ബാലചന്ദ്രൻ ചെയ്തതോ അലീനയെ സ്വന്തം മകളെപ്പോലെ സ്നേഹിച്ചു, നെഞ്ചോട് ചേർത്ത് പിടിച്ചു. നീ കൊടുക്കാത്ത സ്നേഹം മൊത്തവും ബാലചന്ദ്രൻ കൊടുത്തു. ഒരച്ഛന് പോലും കൊടുക്കാൻ കഴിയില്ല ഇത്രമാത്രം സ്നേഹം. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തുമാത്രം സ്നേഹമാണ് അലീനയ്ക്ക് അയാൾ കൊടുത്തതെന്ന്. എന്നിട്ട് നീ അത് മനസ്സിലാക്കിയോ? സ്വന്തം അമ്മ, ഒരു പെറ്റമ്മയ്ക്ക് തൻ്റെ മകളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നീ കൊടുക്കേണ്ട സ്നേഹമെല്ലാം ബാലചന്ദ്രൻ അലീനയ്ക്ക് നൽകി. അയാളുടെ മനസ്സ് ഈ ഒരു സത്യം അറിഞ്ഞപ്പോൾ എന്ത് വേദനിച്ച് കാണും, എന്ത് നീറിക്കാണുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ വൈജയ്? കാരണം നിന്നെ അത്രമാത്രം സ്നേഹിച്ച് വിശ്വസിച്ചല്ലേ അവൻ കല്യാണം കഴിച്ചത്. അന്ന് അവൻ നമ്മുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു. നിന്നെ കല്യാണം ആലോചിച്ച് വന്നിരുന്ന സമയത്ത് അച്ഛൻ അവനെ ആട്ടിയിറക്കിയതാണ്. എന്നിട്ടും നിന്നോടുള്ള സ്നേഹം അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നിന്നെ മാത്രം അവൻ വിവാഹം കഴിക്കാൻ വേണ്ടി അവൻ ജോലി തേടി പുറം നാട്ടിൽ അലഞ്ഞു. അവിടെ നിന്നും അവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചെടുത്തു. നമ്മളെക്കാളും വലിയ പണക്കാരനായി. എന്നിട്ടും നിന്നെ മറന്നില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അച്ഛനോട് വന്ന് അവൻ കല്യാണം ആലോചിച്ചത്. എന്നിട്ട് നമ്മുടെ അച്ഛൻ ചെയ്തതോ? അച്ഛനെ മാത്രം കുറ്റം പറയണ്ട, ഞാനോ ബാക്കി നിൻ്റെ ഏട്ടന്മാർ ചെയ്തതോ? നിന്നെ അയാളുടെ തലയിൽ കെട്ടിവെച്ചു. അയാളോട് ഈ ഒരൊറ്റ കാര്യം പോലും ഞങ്ങൾ ആരും മിണ്ടിയില്ല. അപ്പോൾ നമ്മളെല്ലാവരും അയാളോട് ആ ചതി തന്നെയല്ലേ വൈജയ് ചെയ്തത്? ഇത് കേൾക്കുമ്പോൾ വൈജയ് പറയുന്നുണ്ട്, അത് എൻ്റെ കുഴപ്പമാണോ ഏട്ടാ? ഞാനാണോ അയാളെ കല്യാണം കഴിക്കണമെന്ന് നിർബന്ധം പിടിച്ചത്? അല്ലല്ലോ, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ മറ്റെവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്ന് പറഞ്ഞതല്ലേ. പക്ഷേ നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോ? ഇല്ല. എൻ്റെ വാക്കിന് നിങ്ങൾ ഒരു വില പോലും കൽപ്പിച്ചില്ല. അയാളുടെ മുന്നിൽ തല കുനിച്ചു കൊടുക്കേണ്ടി വന്നില്ലേ എനിക്ക്? എന്നിട്ട് പക്ഷേ ഞാൻ അയാളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. പഴയതെല്ലാം മറന്നു. അയാളുടെ 3 കുഞ്ഞുങ്ങൾക്ക് ഞാൻ ജന്മം നൽകി. അങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിച്ചതായിരുന്നു. വീണ്ടും നിങ്ങൾ എൻ്റെ ഇടയിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവന്നു. ആ സത്യങ്ങൾ എന്നോട് പറഞ്ഞു. വീണ്ടും വിധി എനിക്കെതിരായിരുന്നു. എൻ്റെ മകളെ മനസ്സിലാക്കി അവളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവളെ മറ്റൊരിടത്ത് പറിച്ചു നട്ടു, അതും സ്റ്റാലിൻ്റെ അടുത്തേക്ക്. അങ്ങനെ ഒരു ക്രൂരത എന്നോട് ചെയ്യണമായിരുന്നു ഏട്ടാ. അങ്ങനെ വല്ലാതെ ഇമോഷണലായി അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലചന്ദ്രൻ അവിടേക്ക് വരുന്നത്. ബാലചന്ദ്രൻ വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ സംസാരം നിർത്തുന്നുണ്ട്. ബാലചന്ദ്രനോട് ഗംഗാധര മേനോൻ ചോദിക്കുന്നുണ്ട്, എന്തുപറ്റി ബാല, ഈ സമയത്ത് ഇങ്ങോട്ട് വരാൻ? ഇപ്പോൾ നീ ഓഫീസിലൊന്നും പോവാറില്ലേ? ആ, പോവാറുണ്ട്. ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ അവിടെ ജോലിക്കാരുണ്ടല്ലോ, അവർ കൃത്യമായിട്ട് അത് ചെയ്തോളും. അല്ലെങ്കിലും മാനേജർ വിശ്വസ്തനാ, അയാളെ എല്ലാ കാര്യങ്ങളും കണക്കുകളും കറക്റ്റായിട്ട് എന്നെ അറിയിച്ചോളും. അലീനയെ ഒന്ന് കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം. അപ്പോൾ ഗംഗാധര മേനോൻ പറയാണ്, എന്തിനാ ബാല അലീനയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? അതെന്ത് ചോദ്യ ഗംഗേട്ടാ? അവളെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ? വെറും കൈയോടെ വിടാൻ പറ്റുമോ? കല്യാണം കഴിപ്പിച്ച് വിടുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്വർണ്ണക്കട തന്നെ അവൾക്ക് ഇരിക്കട്ടെ. അവളുടെ പേരിൽ ഞാൻ സ്വർണ്ണക്കട എഴുതി കൊടുക്കുന്നു. അപ്പോൾ അവൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ. ഒരിക്കലും മറ്റൊരിടത്തേക്ക് പോകുമ്പോൾ അവൾക്ക് ഒരു തരത്തിലും കുറവ് വരാൻ പാടില്ല. അത് വിദ്യാഭ്യാസത്തിലായിരുന്നാലും ജോലിക്കായിരുന്നാലും അത് സമ്പത്തിലായിരുന്നാലും അവൾക്ക് യാതൊരു കുറവും ഉണ്ടാവാൻ പാടില്ല. അതെനിക്ക് നിർബന്ധമാണ് ഗംഗേട്ടാ. ഞാൻ അതുകൊണ്ട് എൻ്റെ ജ്വല്ലറി അലീനയുടെ പേർക്ക് എഴുതി വയ്ക്കാൻ തീരുമാനിച്ചു. ഇത് കേൾക്കുമ്പോൾ സ്വന്തം അച്ഛൻ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് ബാലചന്ദ്രൻ അലീനയ്ക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഗംഗാധര മേനോൻ്റെ കണ്ണുകളും അറിയാതെ ഒന്ന് നിറഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് അയാളെ പെട്ടെന്ന് തുടച്ചിട്ട് പറയുകയാണ്, ആ ശരി, എന്തായാലും നല്ല കാര്യം.
ഇത് മുറിയിൽ നിന്നും വൈജയന്തി കേൾക്കുന്നുണ്ട്. അവള് വാ പൊട്ടിക്കരയുകയാണ്. മാലതി അവളെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, എന്താ വൈജയ് ഇതിപ്പോ ബാലചന്ദ്രൻ കേൾക്കില്ലേ? നീ അറിഞ്ഞ കാര്യം ബാലചന്ദ്രൻ അറിയില്ലേ? ഒന്ന് മിണ്ടാതിരിക്കുക വൈജയ്, ഒന്ന് സമാധാനപ്പെട്. ഇപ്പോൾ നീ നിന്റെ മകളെ തിരിച്ചറിഞ്ഞില്ലേ? പിന്നെ എന്താ? ഇതൊന്നും കേട്ട് അവൾക്ക് സഹിക്കാനാവാതെ പൊട്ടിക്കരഞ്ഞ് അവള് ബാലചന്ദ്രൻ്റെ കാലിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ കേൾക്കുകയാണ്, ഇതെന്താ വൈജയ് ഞാൻ കാണുന്നത്? നീ എൻ്റെ കാലിലേക്ക് വീഴുന്നു. എപ്പോഴും തലയുയർപ്പോടെ നിന്ന് നീ ഇപ്പോൾ എന്താ ഇങ്ങനെ? നിനക്ക് എന്ത് പറ്റി വൈജയ്? എന്നോട് ക്ഷമിക്കണം ബാലേട്ട എന്ന് പറയുന്ന സമയത്ത് ബാലേട്ട എന്നൊരു വിളി കേൾക്കുമ്പോൾ വർഷങ്ങൾക്ക് ശേഷമാണ് ബാലേട്ട എന്നൊരു വിളി വൈജയിൽ നിന്നും ബാലചന്ദ്രൻ കേൾക്കുന്നത്. അയാളുടെ മനസ്സിലൊക്കെ എന്തോ ഒരു കുളിർമയും ഒക്കെ തോന്നുന്നുണ്ട് എങ്കിലും അതൊന്നും അയാൾ പ്രകടിപ്പിക്കുന്നില്ല. എന്താ വൈജയ്, എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് നീ എന്നെ ബാലേട്ട എന്നുള്ള വിളി. നിനക്കതൊക്കെ ഓർമ്മയുണ്ടോ വൈജയ്? ഞാൻ വിചാരിച്ചു നിന്നിൽ നിന്ന് അതൊക്കെ പോയി എന്ന്. ഇപ്പോൾ എന്താ കാര്യം? ബാലേട്ട എന്നോട് ക്ഷമിക്കണം. ഒരിക്കലും നിങ്ങളെ ഞാൻ അറിഞ്ഞുകൊണ്ട് ചതിച്ചിട്ടില്ല. ഏട്ടന്മാരും അച്ഛനും ചേർന്നിട്ടാണ് എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റിയത്. പക്ഷേ ഞാൻ ആ സമയത്ത് അവരോട് കരഞ്ഞു പറഞ്ഞു, എന്നെ ഒരിക്കലും മറ്റൊരു പുരുഷൻ്റെ തലയിലേക്ക് കെട്ടിവെക്കരുത് എന്ന്. അതിനെനിക്ക് കഴിയില്ല എന്നും. ദൂരേക്ക് ഒരിക്കലും നിങ്ങളെ കാണാനാവാത്ത വിധം, നിങ്ങൾക്കൊരു നാണക്കേടുണ്ടാകാത്ത വിധം ഞാൻ എവിടെയെങ്കിലും താമസിച്ചോളാം എന്നൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. എന്നിട്ടും അച്ഛൻ കേട്ടില്ല. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുകയാണ്, എന്താ വൈജയ്, എന്താ ഈ പറയുന്ന നീ? ഗംഗേട്ടനോടും ചോദിക്കുന്നുണ്ട്, ഗംഗേട്ട ഇവക്കിതെന്ത് പറ്റി? ഇതെന്താ ഇവളെ കുഞ്ഞിൻ്റെ കാര്യവും എങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊരു കാര്യവും പിടികിട്ടുന്നില്ല. എന്താ വൈജയ്, നമുക്ക് 3 മക്കളല്ലേ? അവർ നമ്മളോടൊപ്പം തന്നെ ഇല്ലേ? നീ ആഗ്രഹിച്ച് അങ്ങനെ 3 മക്കളെ നീ പ്രസവിച്ചില്ലേ? ഞാൻ നിനക്ക് 3 കുഞ്ഞുങ്ങളെ തന്നില്ലേ? പിന്നെ ഇനി എന്താ നീ ഏതാ അവിഹിതമൊന്നും മറ്റു കുഞ്ഞെന്നും ഒക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ബാലചന്ദ്രൻ അറിഞ്ഞുകൊണ്ട് വൈജയുടെ വായിൽ നിന്നും ആ ഒരു സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്നതാണെന്നൊക്കെ വൈജയ്ക്ക് അറിയാം. എങ്കിലും ഇതൊക്കെ പറയുമ്പോൾ ബാലചന്ദ്രൻ തന്നോട് ക്ഷമിക്കുകയും തന്നോടുള്ള ഒരുമിച്ച് ജീവിക്കുകയും എല്ലാ കാര്യങ്ങളും മറന്ന് തൻ്റെ മകളെ തന്നിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെയാണ് വൈജ വിചാരിക്കുന്നത്. ബാലചന്ദ്രൻ്റെ ഉള്ളിലും വൈജ ആ കരയുന്നത് കാണുമ്പോൾ ചെറിയൊരു വേദനയും സങ്കടവും ഒക്കെ തോന്നുന്നുണ്ട്. എങ്കിലും ബാലചന്ദ്രൻ അതൊന്നും പുറത്ത് കാണിക്കുന്നില്ല. ബാലചന്ദ്രൻ വീണ്ടും പറയുന്നുണ്ട്, എനിക്കറിയില്ല ഗംഗേട്ട ഇവക്കിതെന്ത് പറ്റിയെന്ന്. എന്നെ ബാലേട്ട എന്ന് വിളിക്കുന്നത് തന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അത് കേട്ടപ്പോൾ എന്തോ നെഞ്ചിനകത്തൊരു വേദന. ഇതെന്തു പറ്റി? എൻ്റെ ഭാര്യ എന്നെ ഇത്രയോളം സ്നേഹിച്ച് കാര്യം പറയുന്നു, ബാലേട്ട എന്ന് വിളിക്കുന്നു. എന്താ ഗംഗേട്ട, നിങ്ങൾ എന്തെങ്കിലും വൈജയോട് പറഞ്ഞിരുന്നോ? ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ഗംഗേട്ട വൈജയുടെ ജീവിതത്തിൽ? പിന്നെന്താ വൈജ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാര്യം? 23 വർഷങ്ങൾക്ക് മുമ്പ് എന്തെങ്കിലും കാര്യം നടന്നിരുന്നോ വൈജ നിൻ്റെ ജീവിതത്തിൽ? നീ 23 വർഷമെന്നൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്കതൊന്നും പിടികിട്ടുന്നില്ല. നീ എന്നോടൊപ്പം ഈ കഴിഞ്ഞ 23 വർഷങ്ങൾ ജീവിച്ചിട്ട് എൻ്റെ 3 കുഞ്ഞുങ്ങളെ നീ പ്രസവിച്ചിട്ട് നമ്മൾ ഒരുമിച്ച് എത്രയോ രാത്രികൾ സന്തോഷത്തോടെ കഴിഞ്ഞു. അപ്പോൾ പോലും നിനക്ക് എന്നോടൊന്നും തുറന്നു പറയാൻ തോന്നിയില്ലേ വൈജേ? ഇപ്പോൾ എന്താ നീ ഇങ്ങനെ കരഞ്ഞ് എന്നോട് മാപ്പൊക്കെ ചോദിക്കുന്നത്? എനിക്കൊന്നും പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കൈയൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോകാൻ ശ്രമിക്കുകയാണ്. അവിടെ നിന്നും ഓടിച്ചെന്ന് വീണ്ടും ബാലചന്ദ്രൻ്റെ കൈകളിൽ പിടിച്ച് മാപ്പ് പറയുകയാണ് വൈജ. വൈജയന്തിയുടെ കരച്ചിലും നിലവിളിയും ഒക്കെ കേൾക്കുമ്പോൾ ഗംഗാധര മേനോൻ ബാലചന്ദ്രൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്, എന്തിനാ ബാല ഈ ഒരു അഭിനയം? അവളോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ നിങ്ങൾക്ക്? എന്തിനാ അവളെ ഇനിയും ഇട്ട് വിഷമിപ്പിക്കുന്നത്? അവൾ ഒരുപാട് അനുഭവിച്ചില്ലേ? ഒരു കണക്ക് നോക്കിയാൽ അവൾ തെറ്റുകാരിയാണോ ബാല? 23 വർഷങ്ങൾക്ക് മുമ്പ് അവളൊരു പുരുഷനെ സ്നേഹിച്ചു. തന്നെ കല്യാണം കഴിക്കുമെന്നൊക്കെ പറഞ്ഞ് തന്നോട് ഒരുപാട് സ്നേഹമാണെന്നൊക്കെ വിചാരിച്ചപ്പോൾ അറിയാതെ പറ്റിപ്പോയി അവളൊരു കുഞ്ഞിൻ്റെ അമ്മയായി. ഒരിക്കലും അവൾ ആ കുഞ്ഞിനെ കളയാനോ കൊന്നു കളയാനോ മറ്റൊരു വിവാഹം കഴിക്കണമെന്നോ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞങ്ങളല്ലേ അവളോട് പറഞ്ഞത് നിൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന്. ആ കുഞ്ഞിൻ്റെ നൊന്ത് പ്രസവിച്ച ആ കുഞ്ഞിൻ്റെ മുഖം പോലും ഞങ്ങൾ അവളെ കാണിച്ചില്ല. അത്രയും ക്രൂരത ചെയ്തത് ഞങ്ങളല്ലേ ബാല? അവളൊരു പാവമല്ലേ? പക്ഷേ ശരിയാണ്, 23 വർഷം നിങ്ങളോടൊപ്പം ജീവിച്ചിട്ട് അവൾക്ക് ഏതെങ്കിലും ഒരു അവസരത്തിൽ ആ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാമായിരുന്നു. അതവൾ ചെയ്തില്ല. അതവളുടെ തെറ്റ് തന്നെയാണ്. അപ്പോൾ ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഗംഗേട്ടാ
അവളുടെ കാര്യങ്ങൾ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തും പറയാം. പക്ഷേ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മറ്റെന്തോ ഒരു പുരുഷൻ സഹിക്കും, പക്ഷേ ഭാര്യയ്ക്ക് ഒരു മുൻ കാമുകൻ ഉണ്ടായിരുന്നെന്നും അതിലൊരു കുഞ്ഞു കൂടി ഉണ്ടായിരുന്നെന്നും കൂടെ അറിഞ്ഞാൽ പച്ച മനുഷ്യനായിട്ടുള്ള ഒരാളും ക്ഷമിക്കാൻ തയ്യാറായില്ല ഗംഗേട്ടാ. അതുപോലൊരു പച്ച മനുഷ്യൻ മാത്രമല്ലേ ഞാൻ. എൻ്റെ മനസ്സെന്താ ഉരുക്കാണോ? ഞാൻ ഇങ്ങനെയെങ്കിലും അവളോട് പ്രതികരിച്ചില്ല എങ്കിൽ അവൾ തന്നെ വിചാരിക്കില്ലേ, അയ്യേ ഇയാൾ എന്തൊരു പൊട്ടനാടെന്ന്. അവൾ തന്നെ വിചാരിക്കും ഭാര്യയ്ക്ക് അവിഹിതം ഉണ്ടെന്നറിഞ്ഞിട്ട് ഒരു പൊട്ടനായിട്ട് ജീവിക്കുന്ന ഒരാളെന്ന്. അങ്ങനെ ആകണോ ഗംഗേട്ടാ ഞാൻ? നിങ്ങളായിരുന്നെങ്കിലോ, നിങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നെങ്കിലോ നിങ്ങൾക്കിത് സഹിക്കാൻ പറ്റുമായിരുന്നോ ഗംഗേട്ടാ? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഗംഗാധര മേനോന് യാതൊരു ഉത്തരവും ഇല്ല. അയാൾ തല താഴ്ത്തി നിൽക്കുകയാണ്. വൈജ വീണ്ടും ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് കാലിൽ വീണ് അപേക്ഷിച്ച് പറയുന്നുണ്ട്, ബാലേട്ട ഒന്നും അറിയാത്തതുപോലെ കാണിക്കല്ലേ ബാലേട്ട, എന്നോടൊന്ന് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്താ വൈജ നീ പറയുന്നത്? ബാലചന്ദ്രൻ ഇനി എന്തിനു നിന്നോട് ക്ഷമിക്കാനാണ്? നീ അതിന് എന്ത് തെറ്റാണ് വൈദ്യ ചെയ്തത്? എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നീ എന്നോട് തുറന്നു പറ. എന്തും താങ്ങാനുള്ള ഒരു ഉരുക്കുള്ള ഹൃദയവുമായിട്ടാണ് ബാലചന്ദ്രൻ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നോട് തുറന്നു പറ. എൻ്റെ മകള്, അവള് കാരണം എൻ്റെ ഹൃദയം ഒരു പ്രാവശ്യം തകർന്നു. വീണ്ടും എൻ്റെ മകൻ എന്നെ ചതിച്ചു, അവൻ കാരണവും എൻ്റെ ഹൃദയം തകർന്നു. എൻ്റെ ഭാര്യ ഇനി എന്നെ ചതിച്ചിട്ടുണ്ടോ? ഇനി അതും കൂടെയാണോ എനിക്ക് കേൾക്കാനുള്ളത്? എന്താണെന്ന് വെച്ചാലും നീ തുറന്നു പറ വൈജയ്. വൈജയുടെ വായിൽ നിന്നും തന്നെ ആ ഒരു സത്യം മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ബാലചന്ദ്രൻ വൈജയോട് വീണ്ടും വീണ്ടും അത് ചോദിക്കുന്നത്. വൈജയ്ക്ക് ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ വൈജയുടെ മാനസികാവസ്ഥയെല്ലാം അങ്ങ് തകർന്ന് ഒരു വല്ലാത്ത ഭ്രാന്തിയായി മാറുകയാണ് വൈജ. അവൾ തിരിച്ചു റൂമിലേക്ക് ഓടിച്ചെന്ന് കതകടച്ച് അവിടെ അലറി വിളിക്കുകയാണ്. ഗംഗാധര മേനോനും മാലതിയും കൂടെ ഓടിച്ചെന്ന് പറയുന്നുണ്ട്, എന്താ വൈജയ്, കതക് തുറക്ക്. ഇല്ല ഗംഗേട്ട, ഞാൻ കതക് തുറക്കില്ല. ഞാൻ കതക് തുറക്കാം. എൻ്റെ മകളെ എൻ്റെ മുന്നിലൊന്ന് കൊണ്ടുവന്നൂടെ? ഇല്ല എങ്കിൽ അവൾ എവിടെയാണോ അത് ഞാൻ അവൾ അവിടെ പോയി കണ്ടോളാം. എൻ്റെ മകളെ ഒരു തവണ എന്നെ ഒന്ന് കാണിക്കുമോ ഗംഗേട്ട എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധര മേനോൻ പറയുന്നുണ്ട്, ശരി അലീനയെ നിൻ്റെ മുന്നിൽ കാണിക്കാം. പക്ഷേ ഒരു കാര്യം നീ ഓർത്തോളണം, ഇത്രയും നാളും സ്വന്തം മകളെ തിരിച്ചറിയാതെ അവളെ ദ്രോഹിച്ചിട്ട് ഒരൊറ്റ നിമിഷത്തിൽ നീ അവളെ ചെന്ന് കാണുമ്പോൾ അവൾ എങ്ങനെ നിന്നോട് പ്രതികരിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയും നാളും അവൾ അനാഥയാക്കിയത് എന്തിനാണെന്ന് അവൾ ചോദിക്കില്ലേ നിന്നോട്? അവൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു ഉത്തരം കൊടുക്കാനുണ്ടോ വൈജയ്? അവൾ എന്തിനാണ് അവളുടെ ബാല്യം അച്ഛനോടും അമ്മയോടും ഒക്കെ ജീവിക്കേണ്ട സമയത്ത് അവൾ ഒരു അനാഥാലയത്തിൽ തള്ളിയതെന്നും അവിടെ നിന്നും ഏതെല്ലാം വീടുകളിൽ അവൾ ജോലിക്ക് നിന്നെന്ന് നിനക്കറിയാവോ? അവിടെ നിന്നെല്ലാം അവസാനം നിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ നീയും അവളെ എന്തെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടിച്ചു, ഏതെല്ലാം തരത്തിൽ അവളെ കൊല്ലാൻ വരെ നീ നോക്കിയില്ലേ? അപ്പോൾ അവൾ നിന്നോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? എനിക്കൊന്നും അറിയില്ല ഗംഗേട്ട, അവൾ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർക്കണം, എൻ്റെ മകളെ എന്നിൽ നിന്നും അകറ്റി മാറ്റിയത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്നാണ്. നിങ്ങളും അച്ഛനും കൂടെ ചേർന്നിട്ടാണ് എൻ്റെ മകളെ എന്നിൽ നിന്നും മാറ്റിയത്. അതുകൊണ്ട് എൻ്റെ മകളെ എൻ്റെ അടുത്തേക്ക് എത്തിക്കേണ്ട ചുമതല ഗംഗേട്ടനുണ്ട്. എൻ്റെ 3 മക്കളോടൊപ്പം എൻ്റെ മോളും സുഖമായിട്ട് ജീവിക്കണം. ബാലേട്ടനോടും എന്നോടും ഒപ്പം അവൾക്ക് കിട്ടാത്ത ബാല്യവും അവളുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഇതുവരെ കിട്ടാത്ത സ്നേഹവും ഞങ്ങൾക്ക് 2 പേർക്കും കൊടുക്കണം. അതുകൊണ്ട് ഗംഗേട്ട, നിങ്ങൾ അലീനയെ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരണം. ബാലചന്ദ്രനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നെ ഒരു തരത്തിലും വെറുക്കരുതെന്ന് നിങ്ങൾ ബാലചന്ദ്രനോട് പറയണം. എന്നെ ഒരു ഭ്രാന്തിയാക്കി മാറ്റരുത്. എൻ്റെ സമനില ആകെ തെറ്റി. എൻ്റെ മകളെ കൂടെ ഇനി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ മാനസിക നില തെറ്റി ഒരു ഭ്രാന്തിയെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിയെ കാണാൻ കഴിയേണ്ടി വരും. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ അലീനയെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ബാലചന്ദ്രന് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷേ ഞാൻ പറയാത്തത് കൊണ്ടാണ് ബാലചന്ദ്രൻ അതൊന്നും സമ്മതിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. പണ്ടത്തെ വൈജയിൽ നിന്നും ഈ ഇരിക്കുന്ന വൈജയിലേക്ക് എന്നെ മാറ്റിയ കുറേ കാര്യങ്ങളുണ്ട്. പഴയ കാര്യങ്ങൾ മറക്കുന്നതിന് വേണ്ടി ഞാൻ തന്നെ സ്വയം മാറ്റിയതാണ് എന്നെ. പക്ഷേ ആ വൈജ ഇവിടെ അവസാനിച്ചു. ഇനി ഒരിക്കലും എനിക്ക് ആ ഒരു വൈജയായി മാറാൻ കഴിയില്ല. ഇനി ബാലേട്ടനോടും എൻ്റെ മക്കളോടുമുള്ള സുഖജീവിതം മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവസാനം വൈജയന്തിയും ബാലചന്ദ്രനും ചേർന്ന് സ്റ്റാലിൻ്റെ അടുത്ത് നിന്നും അലീനയെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന അടിപൊളി എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്.
ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മടുതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ.